നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങളും നമുക്ക് അവകാശമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയും നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറുന്നതിനും, നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളും കഷ്ടതകളും എല്ലാം ഉണ്ടാകാം. എന്നാൽ ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് നമുക്ക് നൽകുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ദൈവം അറിയുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്നാൽ ദൈവം നമുക്ക് നൽകുന്നത് നമ്മൾ അറിയുന്നുണ്ടോ? അവിടെയാണ് നമ്മൾക്കുണ്ടാകേണ്ട അറിവ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം അറിയുന്നുണ്ട്. പക്ഷെ ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, ദൈവത്തിൻ്റെ അനന്തമായ അനുഗ്രഹം നമ്മൾ അറിയണം. ദൈവത്തിൻ്റെ അചഞ്ചലമായ വാഗ്ദാനങ്ങൾ നമ്മൾ അറിയണം. ആ അറിവ് നമ്മുടെ ആന്തരിക നയനങ്ങൾ പ്രകാശിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ആ അറിവ് നമ്മുടെ ബുദ്ധിയും ബോധ്യവും ദൈവത്തിലേക്ക് പൂർണ്ണമായി അടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതുകൊണ്ട് നമ്മൾ രാവിലെ പറഞ്ഞു, പട്ടാളക്കാരെ നോക്കാതെ കർത്താവിനെ നോക്കുക. നമ്മളുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെയും ദുരിതങ്ങളിലേക്കും ശ്രദ്ധ വയ്ക്കാതെ അതിന് മധ്യത്തിൽ ദൈവമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം, ആ ദൈവത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന്, എന്നിൽ വസിക്കുന്ന ദൈവമേ, എന്നിൽ വസിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ യേശുവേ, യേശുവേ. ജെറമിയ 29:11 ഒന്ന് വായിച്ചെല്ലാവരും. ജെറമിയ 29:11. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എല്ലാവരും ഏറ്റുപറഞ്ഞ വചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. തുടർന്ന്, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. എല്ലാവരും കരം ഉയർത്തി ആ വചനം ഏറ്റു പറയാം. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവം നമ്മളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ ദൈവത്തിൻ്റെ ഉടമ്പടി, ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഉടമ്പടി, ആ വാഗ്ദാനം, ആ പദ്ധതി നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ എല്ലാ പ്രശ്നവും ദൈവത്തിന് അറിയാം. നമ്മൾ അറിയേണ്ടത് ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ പദ്ധതി അറിയുക. ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക.
ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് സുവിശേഷം മുഴുവനും. സുവിശേഷം മുഴുവനും എന്താ? ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ആ വാഗ്ദാനം ചെയ്തവയെല്ലാം നടപ്പാക്കപ്പെട്ട ചരിത്ര സംഭവമാണ് സുവിശേഷം. ആ നടപ്പാക്കപ്പെട്ടു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ സുവിശേഷത്തിലെ വചനങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ആ വചനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ എന്ന്, എപ്പോൾ, ആരിലൂടെ പൂർത്തിയായി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, ആഹാ, അപ്പോൾ ഈ പറഞ്ഞേക്കണ കാര്യങ്ങളെല്ലാം പൂർത്തിയാകും, ഈ പറഞ്ഞേക്കണ സംഭവങ്ങളെല്ലാം, പറഞ്ഞേക്കണ വാഗ്ദാനങ്ങളെല്ലാം സംഭവിക്കും. അങ്ങനെ ഒരു 10-15 സംഭവങ്ങൾ നിങ്ങളൊന്ന് അതിൽ നിന്ന് എടുക്കണം. അപ്പോൾ വാഗ്ദാനങ്ങൾ ഒരു വലിയ വിശ്വാസം നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വലിയ വിശ്വാസം. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുമോ, ഈ വാഗ്ദാനമെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? അബ്രാഹാം പറഞ്ഞെന്താ, കർത്താവേ, ഈ വാഗ്ദാനമെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഇപ്പോഴും സന്തതിയില്ലാത്ത ഒരുത്തനായിട്ടിരിക്കുക. നീ പറയാണ് എനിക്ക് ആകാശത്തിലെ സന്തതികളെ പോലെ മക്കളുണ്ടാവും, പക്ഷെ എൻ്റെ അവകാശിയായിട്ട് എൻ്റെ വേലക്കാരാവോ? അപ്പോൾ കർത്താവ് പറയാണ്, ഇല്ല, തീർച്ചയായിട്ടും നിനക്ക് മക്കളുണ്ടാകും, മകനുണ്ടാകും. ശരി, ആ വാഗ്ദാനത്തിൽ അബ്രാഹാം വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം അവന് നീതിയായി പരിണമിക്കപ്പെട്ടു. ആ വിശ്വാസം നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ ഉടമ്പടി ഇതാ അബ്രാഹത്തിൽ അരക്കിട്ടുറപ്പിക്കുകയാണ്. ശക്തമായി അവിടെ ദൈവത്തിൻ്റെ ഒരു ശപഥത്തിലൂടെ ഉറപ്പാക്കപ്പെട്ടു. ആ ശപഥത്തെക്കുറിച്ച്, ആ ശപഥത്തിലും വാഗ്ദാനത്തിലും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നങ്കൂരമടിക്കുന്ന ഒരനുഭവം ഉണ്ടാവുന്നവരുണ്ട്. നമ്മുടെ ആത്മാവിൽ അതെന്താ, നമ്മുടെ ആത്മാവിന് നങ്കൂരമടിക്കുക എന്ന് പറഞ്ഞാൽ, ആ വചനം ഒന്ന് വായിച്ച്. എബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ നമ്മൾ അത് ചിന്തിക്കുകയായിരുന്നു. ആ സമയത്ത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 17 മുതൽ, മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ 2 കാര്യങ്ങളിലൂടെ, മാറ്റമില്ലാത്തതും, അൺചേഞ്ചബിൾ, അചഞ്ചലം നമ്മൾ കേട്ടു. വീണ്ടും വീണ്ടും ഇത് തന്നെ പറയണം. അചഞ്ചലം എന്ന് പറഞ്ഞാലും ഇത് തന്നെ. മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജമാകാത്തതുമായ ഈ 2 കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശ. ഇവിടെ എന്താ വിഷയം? നമ്മൾക്ക് ഈ പ്രത്യാശ വേണം 2 കാര്യങ്ങളിൽ. ഒന്ന്, ദൈവത്തിൻ്റെ ആ വാഗ്ദാനം. 2, ആ വാഗ്ദാനത്തിൻ്റെ അചഞ്ചലതയെ ദൈവം തൻ്റെ ശപഥത്തിലൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ വാഗ്ദാനം ഒരിക്കലും മാറുകയില്ല. ഇറ്റ് ഈസ് അൺചേഞ്ചബിൾ, മാറ്റമില്ലാത്തത്, ഇർറിവോക്കബിൾ, തിരിച്ചെടുക്കപ്പെടാത്തത്. തുടർന്ന് വായിക്കാം. അതിൻ്റെ പ്രത്യാശയെ മുറുകെ പിടിക്കുന്നതിന് യത്നിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. കണ്ടോ? ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. ഇപ്പോൾ എവിടെയാ നങ്കൂരം? കപ്പൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഏറ്റവും ഇറക്കം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാം. പക്ഷേ ശക്തമായ ഒരു നങ്കൂരം അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കപ്പലിന് നീങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആത്മാവും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളിലും കടന്നിങ്ങനെ
നീങ്ങിപ്പോകാൻ സാധ്യതകളുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയിലും നമ്മുടെ ആത്മാവിൽ ആസക്തികൾ കടന്ന് നമ്മുടെ ആത്മാവിൻ്റെ ആ വിശുദ്ധിയിൽ വ്യത്യാസങ്ങൾ വരാം. നമ്മുടെ ആത്മാവിലെ ആ ദൈവാനുഭവത്തിന് വ്യത്യാസങ്ങൾ വരാം. എന്നാൽ ഈ പ്രത്യാശയുണ്ടെങ്കിൽ, ഈ വാഗ്ദാനത്തിൽ നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ തീർച്ചയായും പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ, ആ ഉറപ്പ് എന്തായിട്ട് മാറും? നമ്മുടെ ആത്മാവിലെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെ. പിന്നെ നമ്മുടെ ആത്മാവ് തിന്മയിലേക്ക് വീഴില്ല. എത്ര വലിയ തിന്മ വന്നാലും അതിനെ ചെറുത്തു നിൽക്കുന്ന ഒരു വലിയ ശക്തി നമ്മിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നും, ഉണ്ടാകും, അനുഭവമാകും. അതാണ് വളർച്ച. അപ്പോൾ ഈ ഉടമ്പടിയെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ശപഥത്തിലും നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമല്ല, പഴയ നിയമത്തിലെ പല സംഭവങ്ങളും ദൈവം വാഗ്ദാനം ചെയ്തവ ഒന്നൊന്നായിട്ട് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ ഒരു പ്രത്യാശ ഉണ്ടാകുന്നു. ആ പ്രത്യാശയിലൂടെയാണ് നമ്മൾ വളരുന്നത്. ആ പ്രത്യാശ അത് സുസ്ഥിരമായ ഒരു നങ്കൂരം പോലെയായി മാറും. നമ്മുടെ ആത്മാവിനെ നങ്കൂരമടിക്കും, നമ്മുടെ ആത്മാവിനെ ശക്തമായി അങ്ങ് ഉറപ്പിക്കും. ഓക്കെ, അപ്പോ അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ ഇതാ മലമുകളിലേക്ക് കൊണ്ടുവരുന്നു. മലമുകളിൽ ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിച്ചതുപോലെ തൻ്റെ ഏകമകനെ ഇതാ ബലിയർപ്പിക്കാൻ അബ്രാഹാം ബലിപീഠമുണ്ടാക്കി ബലിവസ്തുവായിട്ട് തൻ്റെ മകനെ കിടത്തി. പക്ഷെ അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഈ മകനിലൂടെ ഞാൻ ആയിരങ്ങളെ ജനിപ്പിക്കും. പക്ഷെ ആ മകനെ ബലിയർപ്പിച്ചാൽ പിന്നെ എങ്ങനെ ജനിക്കും? എന്നാൽ അബ്രാഹാം അപ്പോഴും വിശ്വസിച്ചു, ഇവനെ ഞാൻ അറുത്ത് മുറിക്കുകയാണെങ്കിലും എൻ്റെ ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന് അബ്രാഹാം കണ്ടോ, ആ വിശ്വാസം. അപ്പൊ അബ്രാഹാം തൻ്റെ മകനെ ബലി അർപ്പിക്കുമ്പോഴും അബ്രാഹാം ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നു. നിന്റെ മകനിലൂടെ ഞാൻ, അല്ലെങ്കിൽ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ ഞാൻ ജനിപ്പിക്കും എന്ന് സ്വന്തം മകനെ ബലി അർപ്പിക്കുമ്പോഴും അബ്രാഹാം വിശ്വസിച്ചിരുന്നു. വികാരം നിറഞ്ഞ നിമിഷങ്ങൾ. അബ്രാഹാം തൻ്റെ മകൻ്റെ കഴുത്തിന് കത്തിവെക്കാൻ വേണ്ടി, കഴുത്തറക്കാൻ വേണ്ടി ഇതാ കത്തി ഊരിയപ്പോൾ അബ്രാഹത്തിന്റെ കരങ്ങൾ ഇസഹാക്കിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവം ഇടപെടുകയാണ്. ഏബ്രഹാം, കുഞ്ഞിന്റെ മേൽ തൊട്ടുപോകരുത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. നീ നിന്റെ ഏകജാതനെ പോലും എനിക്ക് തരാൻ മടിക്കായികയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു. ഈ ശപഥം ആണ് ഇന്ന് നമ്മൾ ഓരോ ബലിയിലും അനുഭവിക്കുന്ന കൃപാവരം. ഈ ശപഥത്തിലൂടെ ദൈവം അരുളി ചെയ്തു, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും രക്ഷിക്കപ്പെടും. ആ രക്ഷ ആണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ സന്തതി എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് അബ്രാഹത്തിന്റെ മകനായ ദാവീദിന്റെ മകനായ യേശു. ആ വംശാവലി പുതിയ നിയമത്തിലെ ആരംഭത്തിൽ നമ്മൾ വംശാവലിയെ കുറിച്ച് പറഞ്ഞല്ലോ. ആ വംശാവലിയിൽ യേശുവിന്റെ വംശാവലി മത്തായി 1:1 എഴുതിയിരിക്കുന്ന ഇതാണ്: അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ. അപ്പോൾ ഇവിടെ ഈ യേശുവിന്റെ ജനനത്തിന് മുൻപായിട്ട് ആ അബ്രാഹം മുതൽ യേശുവിന്റെ ജനനത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു.
എപ്രകാരം അബ്രാഹത്തിന് ഉടമ്പടി പ്രകാരം ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചുകൊണ്ട്, ഇസഹാക്കിനെ ജനിപ്പിച്ചുകൊണ്ട്, ആ ഇസഹാക്കിൽ നിന്നും ഇങ്ങനെ തലമുറയായിട്ട് ദാവീദ് വരെ, പിന്നെ ദാവീദിൽ നിന്ന് തലമുറയായി അങ്ങനെ യേശുവിനെ ജനിപ്പിക്കുന്നു. ആ യേശുവിനെ മറിയം ഗർഭിണിയാകുമ്പോൾ മറിയം ഈ വാഗ്ദാനത്തെ ഓർക്കുകയാണ്. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമുക്ക് കാണാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 55 തോന്നുന്നു, 55 ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 55-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. കണ്ടോ, മറിയം പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ ഗർഭം ധരിക്കുമ്പോൾ മറിയത്തിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. എന്താ ആനന്ദത്തിന്റെ പ്രധാന രഹസ്യം? അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടും ദൈവം ചെയ്ത വാഗ്ദാനം ഇപ്പോൾ ഇതാ പൂർത്തിയായിരിക്കുന്നു. അതാണ് ആനന്ദത്തിന്റെ കാരണം. ഇത് തന്നെ സക്കറിയായുടെ പ്രവചന ഗീതത്തിൽ നമുക്ക് കാണാം. എത്ര? 2:76 നോക്കി, 2:72 ലൂക്ക 2:72. ശത്രുക്കളിൽ നിന്നും എല്ലാവരും കരമുയർത്തി, ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തിനോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിൽ പറഞ്ഞത് പുതിയ നിയമത്തിൽ ഫുൾഫിൽ ചെയ്യുന്നു, പൂർണ്ണമാക്കപ്പെടുന്നു. ഇങ്ങനെ ഇനി അബ്രാഹത്തിൻ്റെ ശേഷം നമുക്ക് കാണാം. മുഴുവനും ഞാനിപ്പോൾ പറയുന്നില്ല, ഇനി നിങ്ങളതിനെ ഓരോ പുസ്തകവും അല്പം ഒന്ന് നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളിലും ഈ ശബദത്തെക്കുറിച്ചും ഈ ഉടമ്പടിയെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളാണ്. അങ്ങനെ അബ്രാഹത്തിന് ശേഷം ഇസഹാക്കിന് ശേഷം യാക്കോബ് പിന്നെ ജോസഫ്, ഇങ്ങനെ ഓരോരുത്തരിലും ഈ ശബദത്തിൻ്റെ അല്ലെങ്കിൽ ഈ രക്ഷാകര പദ്ധതി ഇങ്ങനെ കൂടുതൽ വിശദമാക്കുകയാണ്. ആ രക്ഷാകര പദ്ധതിയുടെ ഒരു നിർണായക ഘടകം ഒന്ന് അബ്രാഹം. അതിനുശേഷം ഇതാ ജോസഫ്, യാക്കോബിൻ്റെ മകനായ യോസഫിനെ അവർ സഹോദരന്മാർ വിറ്റു. ആ യോസഫ് അവസാനം ആരായി മാറി? ഒരു രാജാവ് മാതിരിയായി, ഈജിപ്തിലെ രാജാവിനെ പോലെയായി. ആ സമയത്ത് തൻ്റെ കുടുംബവും സഹോദരന്മാരെല്ലാം കഠിന ദാരിദ്ര്യത്തിൽ. എന്നാൽ ദൈവം തിരുമനസ്സായി ആ സഹോദരന്മാരെല്ലാവരും അവസാനം ഈ യോസഫിൻ്റെ അടുത്തേക്ക് വന്നെത്തുകയും അങ്ങനെ ജോസഫിലൂടെ ആ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കുന്നു. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ പദ്ധതി അവിടെ നടപ്പാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം അവർ എല്ലാവരും ഈജിപ്തിൽ താവളമടിക്കുന്നു. ഈജിപ്തിൽ അവർക്ക് ദൈവം സ്ഥലം കൊടുക്കുന്നു. അവർ 400 വർഷം അവിടെ കഠിനമായ യാതന അനുഭവിക്കേണ്ടി വരുന്നു, അടിമവേല ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ഈ അടിമവേല ചെയ്യുമ്പോഴും അവർ ഒരു കാര്യം കാത്തു സൂക്ഷിച്ചു.
എന്താ അവർ കാത്തു സൂക്ഷിച്ചത്? അവരുടെ വിശ്വാസം. ഇത്രയും കഠിനമായ അടിമവേല ചെയ്യുമ്പോഴും അവരുടെ വിശ്വാസം പരമ്പരയിൽ നിന്നും തലമുറയിൽ നിന്നും മറ്റു തലമുറയിലേക്കും പിതാക്കന്മാർ മക്കളിലേക്കും പകർന്ന് ആ വിശ്വാസം കൂടുതൽ ശക്തമായി. എത്രത്തോളം അവർ അടിമത്വത്തിൻ്റെ നുകത്തിന് കീഴിലായോ അത്രത്തോളം അവർ തളരാതെ അവർ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടും ഈ കഷ്ടതകളും സഹനങ്ങളും എല്ലാം കാഴ്ചവെച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ കരച്ചിൽ കേൾക്കുകയാണ്. അവരുടെ കരച്ചിൽ കേട്ടു. പുറപ്പാടിൽ കാണാം, 3-ാം അധ്യായത്തിൽ മൂശയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ രോദനം ശ്രവിച്ചുകൊണ്ട് അവരോട് ഞാൻ ചെയ്തിട്ടുള്ള ഉടമ്പടിയെ ഓർമ്മിച്ചു എന്നാണ് പറയുന്നത്. പുറപ്പാട് 3:9. എല്ലാവരും ഒന്ന് കരമുയർത്തി ആ വചനം ഏറ്റെടുത്തേ. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. തുടർന്ന് ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കിലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ദൈവത്തിൻ്റെ അചഞ്ചലമായ ഉടമ്പടി ഇതാ വീണ്ടും നടപ്പാകുകയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ രോദനം കേട്ടപ്പോൾ ദൈവം തൻ്റെ ഉടമ്പടി വീണ്ടും ഓർക്കുകയാണ്. ആ ഉടമ്പടി പ്രകാരം ദൈവം ഇതാ ഒരു വ്യക്തിയെ, മോശയെ, അവരെ ഈ കഠിനമായ ആ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ഈജിപ്തിലേക്ക് അയക്കുകയാണ്. ഇത് യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഒരു മുന്നോടിയാണ്. യേശുവിലൂടെ നടപ്പാക്കപ്പെട്ട രക്ഷ പോലെ തന്നെ ദൈവം അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു പ്രീഫിഗറേഷൻ എന്ന് പറയാം. യേശുവിനെ പോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ഒരു ശക്തിമത്തായ ഒരു ശക്തി ആ മകനിലേക്ക് ഒഴുക്കി ഇതാ യേശുവിനെ പോലെ തന്നെ മോശയെ ദൈവം ഈജിപ്തിലേക്ക് അയച്ചുകൊണ്ട് ദൈവകരങ്ങളിലൂടെ മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എപ്പോഴും മോശയോടുകൂടെ നിലനിർത്തിക്കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ ഈജിപ്തിൽ നിന്നും ദൈവം അരുളി ചെയ്തിരുന്നത് പോലെ തന്നെ ആ 400 വർഷത്തിൻ്റെ തടങ്കൽ കഴിഞ്ഞപ്പോൾ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഇപ്പൊ അബ്രാഹത്തിനോട് അരുളി ചെയ്തില്ലേ, 400 വർഷം നിന്റെ ജനം, നിന്റെ മക്കൾ അവിടെ അടിമയായിരിക്കും. അപ്പോൾ ആ വചനം അവിടെ പൂർത്തിയാക്കിക്കൊണ്ട് ആ 400 വർഷം കഴിഞ്ഞപ്പോൾ ഈ ജനത്തെ മോചിപ്പിക്കുന്നതിന് ദൈവം തന്നെ ഒരു രക്ഷകനെ, മോശയെ അവരുടെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ അടിമത്വത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നു. ഈ അടിമത്വത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇതാ അവർ ചെങ്കടൽ കടക്കുന്നു. ഈ ചെങ്കടൽ കടക്കുന്നതും നോഹയുടെ ജലപ്രളയവും ചെങ്കടൽ കടക്കുന്നതും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. ഇത് രണ്ടും നമ്മുടെ മാമോദീസായിലൂടെ നമ്മളിൽ നടപ്പാക്കിയിരിക്കുകയാണ്. മാമോദീസായിലൂടെ ദൈവം നമ്മളിൽ നൽകുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ശക്തിയിലൂടെ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ പിന്തുടർന്നിരുന്ന തിന്മയെ നശിപ്പിക്കുകയൂടിയാണ്. നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന തിന്മയെ നശിപ്പിക്കുക, ആ തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നു. ഇപ്പോൾ ചെങ്കടൽ കടക്കുമ്പോൾ ദൈവജനം ഇതാ ചെങ്കടലിൻ്റെ തീരത്ത് താവളമടിക്കുമ്പോൾ ആ സമയത്ത് ഈജിപ്തിൽ നിന്നും അവർ രക്ഷിക്കപ്പെട്ടു എങ്കിലും ഈജിപ്തിൽ അവരെ പീഡിപ്പിച്ച അതേ തിന്മയുടെ ശക്തികൾ ഇതാ അവരെ പിന്തുടരുന്നു. ഇതാണ് നമ്മുടെയും ആത്മാവിൻ്റെ അവസ്ഥ. നമ്മൾ ചില മേഖലകളിൽ നമുക്ക് വിമോചനം കിട്ടിയിട്ടുണ്ടെങ്കിലും ആ
തിന്മയുടെ ശക്തികൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മളെ പിന്തുടരുന്നു. ചിലപ്പോൾ 7 മടങ്ങ് ശക്തിയോടെ അവ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ തിരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്? നമ്മൾ വളരുന്നതനുസരിച്ച് അവരും വളരുക. ഇനി ഇവിടെ അവരെ ദൈവകരങ്ങളിലൂടെ ആ ശക്തികളെ നിഷ്കാസനം ചെയ്യണം. ആ ശക്തികളെ നിഷ്കാസനം ചെയ്യും. ആ ശക്തികളെ കുരിശിലൂടെ മരിപ്പിക്കണം. ആ ശക്തികളെ കുരിശിൽ തറയ്ക്കണം. അപ്പോൾ ഒരു വശത്ത് ദൈവജനം ആ മുന്നോട്ട് പോകാൻ ഒരവസരമില്ലാതെ ചെങ്കടലിന് തീരത്തിങ്ങനെ പാളയമടിച്ചിരിക്കുകയാണ്. കുറേ ആളുകളെല്ലാം വളരെ അസ്വസ്ഥരായി. അവർ പറഞ്ഞു, മൂശേ നീ എന്തി പറയണത്? ഇപ്പം നമ്മൾ ഈ അക്കരയ്ക്ക് എങ്ങനെ പോകും? ഞങ്ങൾ എന്തിനാ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ മോശ പറയുന്നുണ്ട്, 10 അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അത്ഭുതങ്ങൾ നടത്തി ഈജിപ്തിൽ നിന്നും കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലേ? ആ കർത്താവ് തന്നെ നമുക്ക് വഴി കാണിച്ചു തരും. എന്ത് വഴി കാണാനാണ്? ഈ കടലിനക്കരയ്ക്ക് പോകാനായിട്ട് എന്ത് വഴിയുള്ളത്? നോക്കുമ്പോൾ ഒരു വഴിയില്ല, ഇല്ലേ? ഇതാണ് നമ്മളുടെ അവസ്ഥ. നമ്മളുടെ മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഒരു വഴിയും കാണുന്നില്ല. പക്ഷേ മോശയെ സംബന്ധിച്ച് മോശ നോക്കുമ്പോൾ നിറച്ച് വഴിയാ. എന്താ വഴി? മോശ നോക്കുന്നത് തൻ്റെ കണ്ണ് തുറന്നല്ല നോക്കുന്നത്. മോശ നോക്കുന്നത് കണ്ണടച്ചാ നോക്കുന്നത്. മനസ്സിലായോ? മോശ നോക്കുമ്പോൾ കണ്ണ് തുറന്നല്ല നോക്കുന്നത്. മോശ കണ്ണടച്ചുകൊണ്ട് ആരെ നോക്കുന്നേ? കർത്താവിൻ്റെ വഴിയാണ് നോക്കുന്നത്. കർത്താവ് എന്താ ഞങ്ങളിപ്പോൾ ചെങ്കടലിൻ്റെ അടുത്ത് എത്തിക്കുന്നത് നീ കാണുന്നില്ലേ? ഇനി ഞങ്ങൾ എങ്ങനെ പോകണം? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറയും, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എൻ്റെ വടി നിൻ്റെ കയ്യിലുണ്ടല്ലോ, ആ വടിയാണ് നിൻ്റെ വഴി. ഓക്കെ റൈറ്റ്. മോശയ്ക്ക് നല്ല ധൈര്യമാണ്. പക്ഷേ കൂടെ ഇരിക്കുന്ന ആളുകളെല്ലാം മോശയുടെ കല്ലെറിയാൻ പോവാ. ഇവർ ബഹളം തുടങ്ങിക്കഴിഞ്ഞു. ഒരു വശത്ത് ഇവരുടെ ബഹളം. അപ്പം നോക്കുമ്പോൾ ദൂരത്ത് നിന്ന് ഫറവോന്റെ സൈന്യം പുറകെ വരികയാണ്. അപ്പോഴേക്കും ജനം കൂടുതൽ പ്രയാസം. മോശെ നോക്കണോ, ആ ഈജിപ്തിലെ സൈന്യം മുഴുവൻ നമ്മുടെ പുറകെ വരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രശ്നം അങ്ങ് നല്ല മൂക്കണം. ഈ ചില പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ അതങ്ങ് ശരിക്ക് ഒന്ന് മൂക്കാനുണ്ട്, എന്നാലേ അത് മാറുള്ളൂ. ചിലർ പറയില്ലേ, നെല്ലിപ്പടി കണ്ടാലേ പ്രശ്നം മാറുള്ളൂ. പ്രശ്നം കൂടുതൽ പൊരിഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് ഇവര് ചെങ്കടലിൻ്റെ കരയ്ക്ക് നിൽക്കുകയാണ്, അങ്ങോട്ട് പോകാനായിട്ട് യാതൊരു വഴിയില്ല. മറുവശത്ത് ഇതാ താൻ ഈജിപ്തിലെ സൈന്യം മുഴുവനും പൂർവാധികം ശക്തിയോടെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും? ആകെ നിസ്സഹായ അവസ്ഥ. ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു സഹായമില്ല. പിന്നെ അങ്ങോട്ട് നോക്കണം, എവിടുന്ന സഹായം വരുന്നത്? അപ്പോഴാണ് എല്ലാ വഴിയും അടയുമ്പോൾ ഒരു വഴി തുറന്നു കിടക്കുന്നുണ്ട്. അതേത് വഴിയാ? പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ. അപ്പോൾ നമ്മളുടെ സഹായം ഈ സമയത്ത് കർത്താവിൽ നിന്ന് മാത്രമാണ് എന്ന് നമുക്ക് തോന്നുന്നക്ക വിധത്തിൽ എല്ലാ വഴികളും കർത്താവ് അങ്ങ് പൂട്ടും. എല്ലാ വഴികളും കർത്താവ് പൂട്ടും. അങ്ങനത്തെ ചില അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം, ഇല്ലേ? ഇല്ലെങ്കിൽ ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെടില്ല. അപ്പോൾ നിങ്ങളിത് ഓർത്തോ, ആഹാ ഇതാണ് ആ വഴി, കണ്ടുപിടിക്കാനുള്ള വഴി. എല്ലാ വഴികളും കർത്താവ് അങ്ങ് പൂട്ടും. ഒരു വശത്ത് ചെങ്കടൽ, അങ്ങോട്ട് പോകാൻ വഴിയില്ല. തിരിച്ചു പോകാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് പട ഇങ്ങോട്ട്, എല്ലാ വഴിയും പൂട്ടി. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഒരു വഴിയില്ല, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയാണ്. പക്ഷെ അവിടെ അതിൻ്റെ മധ്യത്തിൽ പ്രത്യാശ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഉണ്ട്. മോശ പറയുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ കാണുന്ന ഈജിപ്തുകാരൻ നാളെ കാണുകയില്ല. അപ്പോഴും അവർ പറയാം, നിനക്കെന്ത് വട്ട, നിന്റെ കയ്യിൽ ആകെ ഒരു വടിയാ ഉള്ളത്. അവരിത്രയും വലിയ സൈന്യമായിട്ട് വരികയാണ്, എന്നിട്ട് നീ പറയാണ് ഇന്ന് കാണുന്ന ഈജിപ്തുകാരൻ നാളെ കാണില്ല. ഇങ്ങനെ ഒരു മല്ലയുദ്ധമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ.
നമ്മുടെ തന്നെ ആളുകൾ നമ്മളോട് പറയും, നിനക്ക് വട്ട, ഈ കാണുന്ന ഈജിപ്തുകാർ ഇത്രയും വലിയ സൈന്യമായിട്ട് വരുമ്പോൾ നീ ഒരു വടി ഉപയോഗിച്ച് എന്ത് ചെയ്യാനാ? അതാണ് നമ്മുടെ കയ്യിലുള്ള ആ വടിയുടെ ശക്തി. അത് നമ്മുടെ അഭിഷേകമാണ്. ദൈവത്തിൻ്റെ കരമാണ് അവിടെ നമ്മളോടൊപ്പം ഉള്ളത്. ആ ദൈവത്തിൻ്റെ കരത്തെ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ശക്തിയാണ് അവിടെ ഉള്ളത്. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ശക്തിയാണുള്ളത്. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മുടെ രക്ഷകനാണ്. ദൈവം നമ്മുടെ സംരക്ഷകനാണ്. ഇതാ മോശ തൻ്റെ വടി വീശിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈജിപ്തുകാരും ഇസ്രായേൽക്കാരുടെയും മധ്യത്തിൽ എന്താ വന്നു നിൽക്കുന്നത്? അഗ്നിസ്തംഭം വന്നു നിൽക്കുകയാണ്. അവർക്ക് ഈ ജനത്തെ തൊടാൻ പറ്റാത്ത രീതിയിൽ ദൈവം ഈജിപ്തിൻ്റെ സൈന്യത്തിനെ തടസ്സമിടുന്നു. അതോടൊപ്പം ഇസ്രായേൽ ജനത്തിന് ചൂടില്ലാതിരിക്കാൻ വേണ്ടി അവർക്ക് മേഘത്തിന് തണൽ കൊടുക്കുന്നു. നോക്കി കർത്താവിനെ, അതെല്ലാം ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിൻ്റെയാണ്. ഈ മേഘം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ത്രിത്വൈക ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത് എൻ്റെ ഒരു ചിഹ്നമാണ് ഈ മേഘം. താബോർ മലയിൽ യേശു രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഇതാ മേഘം വന്ന് അവരെ അങ്ങ് മൂടി. ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്നും അവര് ശബ്ദം കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുക. മോശ പറയുകയാണ്, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഈജിപ്തുകാരൻ നാളെ കാണുകയില്ല. മോശ എപ്പോഴും ദൈവവുമായിട്ടുള്ള കോണ്ടാക്റ്റാണ്. മുഖാമുഖം ദൈവത്തിൽ ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്, ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ദൈവം നമുക്ക് നൽകുന്ന മുഖാമുഖം. എപ്പോഴും ദൈവത്തെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതാ ദൈവം മോശയോട് അരുളി ചെയ്യുകയാണ്, നിന്റെ വടി നീ ഇതാ വീശുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും തടസ്സം? നേരത്തെ അവരെ കടത്താൻ എന്തിയെ? ഇവരവിടെ വന്ന് പാളയം അടിച്ച് ഇത്രയും കാത്തു നിൽക്കേണ്ട ആവശ്യം എന്താ ഉണ്ടായത്? ദൈവത്തിൻ്റെ ഈ ശത്രുവിനെയും കൂടി വെള്ളത്തിൽ താഴ്ത്താനുള്ളത്. അതുകൊണ്ട് അവരിങ്ങ് അടുക്കണം. മനസ്സിലായോ? നമ്മളുടെ പിന്നാലെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ നശിപ്പിക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉദ്ദേശമാണ്. പക്ഷെ ഇതിനു മുമ്പ് ഇവർ ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ നശിപ്പിക്കുക? അപ്പൊ അവരിങ്ങ് അടുത്ത് വന്നോട്ടെ, എന്നിട്ടേ ചെങ്കടൽ വിടർത്താൻ പാടുള്ളൂ. അപ്പൊ അവരിങ്ങ് അടുത്തിങ്ങനെ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിരിക്കുക, നിങ്ങളുടെ ദിക്ക്. എന്നിട്ട് ഇവിടെ ചെങ്കടൽ ഇതാ മോശയുടെ കരങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി ഒഴുകുന്നു. ചെങ്കടൽ രണ്ടായി മാറുന്നു. ചെങ്കടലിലൂടെ ദൈവജനം രക്ഷിക്കപ്പെടുന്നു. ചെങ്കടലിന്റെ പകുതി ഇവർ കടന്നു കഴിഞ്ഞ വഴി തന്നെ അഗ്നിസ്തംഭം മാറ്റി. അപ്പോഴേക്കും അവർ പറഞ്ഞു, എടാ ഇവര് ചെങ്കടലിന് കടന്നു കഴിഞ്ഞു, വാ നമുക്ക് അവരെ പിന്തുടരണം. കൂടുതൽ ശക്തിയോടെ അവർ പിന്തുടരുന്നു. അങ്ങനെ അവർ ചെങ്കടലിലേക്ക് വന്നു. അവർ ചെങ്കടലിന്റെ നടുക്ക് വന്നപ്പോഴേക്കും ദൈവജനം ചെങ്കടലിനെ അക്കരെ ചെന്നു. ദൈവജനം ചെങ്കടലിനെ അക്കരെ ചെല്ലുമ്പോഴേക്കും ഇവര് ഇതിന്റെ നടുക്ക് കറക്റ്റ് പൊസിഷനിൽ വന്നിരിക്കുകയാണ്. ദൈവജനം അക്കരെ ചെന്നു. കർത്താവ് മോശയോട് പറയുകയാണ്, നീ വീണ്ടും നിന്റെ വടി സമുദ്രത്തിലേക്ക് വീശുക. ഇതാ ജനം നോക്കി നിൽക്കേ, ഈ സമുദ്രത്തിലെ മതില് പോലെ നിന്ന ആ വെള്ളത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞ് വീണ് വെള്ളത്തിൽ ഇതാ ശത്രു പൂർണ്ണമായിട്ടും നശിക്കപ്പെടുന്നു. അതിനു വേണ്ടിയാണ് കർത്താവ് ഇത്രയും അവരെ പുറകെ ഇങ്ങനെ നടന്നത്. അവരിങ്ങ് അടുത്ത് വന്നോട്ടെ, എന്നിട്ട് ചെങ്കടൽ നിർത്താം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്നും ജീവിക്കുന്ന നമ്മളിൽ മനസ്സിലാക്കേണ്ടത്, മാമോദീസായിലൂടെ നമ്മൾ ചെങ്കടൽ കടക്കുകയാണ്. ചെങ്കടൽ കടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നമ്മളിൽ കുടികൊള്ളുന്ന, നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയെയും തിന്മയുടെ ശക്തിയെയും ആദിമാതാപിതാക്കൾ മുതലുള്ള എല്ലാ പാപത്തെയും നശിപ്പിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾക്ക് മാമോദീസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുകളെയൊക്കെ വിരിച്ച് ഒരു ഹോട്ടലിൽ നല്ല ഡാൻസും പാർട്ടി ഇതൊക്കെ ആക്കി എങ്ങനെയെങ്കിലും മാമോദീസ നടത്തും. പക്ഷെ മാമോദീസയിൽ എന്താ സംഭവിക്കണമെന്ന് മാമോദീസ നടത്തുന്ന കാർന്നവന്മാർക്കോ കുഞ്ഞിനോ ആ കാര്യത്തിലൊന്നും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. ഇത് നമുക്ക് ഇനി കൂടുതൽ വിഷയമാക്കേണ്ട, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. എങ്കിലും അതിലേക്ക് ഒരു എത്തിനോട്ടമാണിപ്പോൾ. ഇപ്പോൾ മാമോദീസ ആണ്
നോഹയുടെ കാലത്ത് സംഭവിച്ചതും ഈ ചെങ്കടലിൽ സംഭവിക്കുന്നതും ഇനി പിന്നീട് ജോർദാൻ നദി കടക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഉടമ്പടിയുടെ ഒരു പ്രധാന ഭാഗം ഇപ്പോൾ കഴിഞ്ഞു. ഇനി ഉടമ്പടി മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും.